ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ 813ഓളം ഷോകളാണ് സിനിമയുടേതായി കേരളത്തിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,50,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള കണക്കുകൾ ട്രാക്കേഴ്സ് പറയുന്നു. 64% ഒക്യുപ്പൻസിയിൽ 51 ഹൗസ്ഫുൾ ഷോകളും 114, ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 334, ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമായിട്ടാണ് സിനിമ കുതിച്ചു പായുന്നത്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ 2,40,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടി എന്നുള്ളതാണ്. ഇത് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കാണ്. ഇന്ന് ഈ ഒരു സമയം കൊണ്ട് 64% ഒക്യുപ്പൻസി എങ്കിൽ 80% ഒക്യുപ്പൻസിയുടെ മുകളിലായിരിക്കും രാത്രി 12 മണി കഴിയുമ്പോൾ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തുടരും എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിയൽ ടൈം ഗ്രോസ് നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. വേറെയൊന്നുമല്ല, ഈ ഒരു നിമിഷം വരെ അല്ലെങ്കിൽ വൈകുന്നേരം 6:30 വരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് 7.5 കോടി വേൾഡ് വൈഡ് ആയിട്ട് സിനിമ തൂക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇത് എമ്പുരാൻ അല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തുടരുമെന്ന ചെറിയ സിനിമ ചെറിയ തിയേറ്ററുകളിൽ വന്ന് യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്ന ചിത്രം എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ടത്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് 11 കോടിക്ക് മുകളിലായിരിക്കും വേൾഡ് വൈഡ് കളക്ഷൻ എന്നുള്ളതാണ് ഇതിനോടകം പ്രമുഖ ട്രാക്കേഴ്സ് പോലും വിധി എഴുതുന്നത്. കേരളത്തിൽ നിന്ന് സിനിമ 5 കോടിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ 4 കോടിക്ക് മുകളിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആരും പറയാതെ തന്നെ അതിൻ്റെ കൃത്യം കണക്കുകൾ പുറത്ത് വരുന്നതാണ്. കാരണം ജനങ്ങൾ വിധി എഴുതിയ ഈ ഒരു സിനിമ അങ്ങനെ കൊടൂരമായി മുന്നോട്ട് പോകുന്നു. എന്താണ് മോഹൻലാൽ എന്ന നടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കഴിഞ്ഞ 10 വർഷമായി പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒറ്റ സിനിമ കൊണ്ട് ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം സിനിമ, ഇതായിരിക്കണം സിനിമ, ഇങ്ങനെയായിരിക്കണം മോഹൻലാൽ സിനിമ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഉറപ്പിക്കുകയാണ്. തരുൺ മൂർത്തി എന്ന ആ ഒരു സംവിധായകൻ മോഹൻലാൽ എന്ന അത്ഭുത പ്രതിഭയെ തന്നെ ഇത്രയും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സാധാരണ ഇതിനു മുമ്പുള്ള ഡയറക്ടേഴ്സ് അദ്ദേഹത്തെ എന്താണ് ചെയ്തതെന്ന് അറിയാതെ നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്താണെങ്കിലും ഒരു ഫീൽ ഗുഡ് മാത്രമല്ല, ഞെട്ടിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിക്കും മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് അത് ലഭിച്ചിരിക്കുന്ന ഒരു സിനിമ എന്നുള്ളത്. എങ്ങും അതിന് ഹേറ്റേഴ്സ് ഇല്ല, ഈ സിനിമയ്ക്ക് എങ്ങും നെഗറ്റീവ്സ് പറയുന്നില്ല. അതിഗംഭീരമായി സിനിമ വിജയത്തിലേക്ക് കുതിച്ചു പായുന്നു. വിജയത്തിലുപരി നല്ല സിനിമ എന്നുള്ള സങ്കല്പം നമ്മളുടെ സങ്കല്പമായി നിന്നിടത്തു നിന്ന് മാറ്റി അത് മുന്നോട്ട് നല്ല വെടിപ്പായിട്ട് നമ്മളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കുമായി നിങ്ങളുടെ പ്രതീക്ഷയിൽ സിനിമ ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് 15 കോടി കടക്കുമോ എന്നുള്ളതൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. കേരള കളക്ഷൻ 5 കോടിക്ക് മുകളിൽ പോകുമോ? പ്രീസെയിലൂടെ മാത്രമേ നമ്മൾ കണ്ടിരുന്നു സിനിമ 3.25 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരുന്നത് എന്നുള്ളത്. അപ്പോൾ കാത്തിരിക്കാം നിങ്ങളുടെ കമൻസിനായിട്ട്. നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.